ഹലോ ഗായ്സ്, അപ്പം നമ്മളെ പുതിയൊരു വീഡിയോക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. അത് കണ്ടിന്യൂ ചെയ്യുമെന്നൊന്നും അറിയില്ല, സപ്പോർട്ട് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ വേൾഡിൽ ഞാനും ഇർഷാനും ഉള്ളത്. അപ്പോൾ ഇതൊരു ലെറ്റ്സ് പ്ലേ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വേൾഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നല്ല സീഡിയെല്ലാം ആയാൽ മതിയായിരുന്നു. ഗായ്സ്, പോയിന്റ് തന്നെ നല്ല സെറ്റ് സ്ഥലം, ഒന്നും പറയില്ല. ഇവിടെ സ്പോണായി നിൽക്കുന്നുണ്ട്. ഏതൊരു എന്തോ സാധനമാണ്. പക്ഷെ നമ്മുടെ സ്പൂൺ തന്നെ ഒരു മൂഞ്ച സ്ഥലം. പക്ഷെ ബാമ്പൊക്കെ ഉണ്ട്, അതൊക്കെ മതി, അഡ്ജസ്റ്റ് ചെയ്യാം. ബാമ്പുണ്ട്. ഞാൻ കുറേ നാളെ കളിച്ചിട്ട്, അതുകൊണ്ട് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് കുറച്ച് ബാമ്പ് കളക്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഒരു സ്റ്റോണെ കളക്ട്. തൊട്ടടുത്ത് തന്നെ മരം ഉണ്ടായിരുന്നു. ഇതാ ചക്കരമത്ത ഉണ്ട്. ചക്കരമത്ത അതവിടെ കുറേ ഉണ്ടാ. ഇത് രണ്ടിനുള്ളൂ. ഫുള്ള് വെറുതെ ഒന്നും കളിക്കണ്ടോ. ഗൈസ്, ഞാൻ ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ അല്ലെങ്കിൽ റോബ്ലോക്സിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ സൺടൈൻ്റെ ഉള്ളിലൊക്കെ വരും. കുറച്ച് മരം വെട്ടട്ടെ. ഇത് വേണ്ട, നമുക്ക് നമ്മുടെ നാച്ചുറൽ വുഡാണ് താല്പര്യം. ഫസ്റ്റ് കിട്ടുന്ന വുഡിനനുസരിച്ചിട്ടാവും നമ്മുടെ ലെറ്റ്സ് പ്ലേ ഫുള്ള് പോവുക. പിന്നെ ചെറുതായി ശബ്ദത്തിൻ്റെ വിഷയമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ മൈക്കൊന്നുമില്ല, നമ്മൾ ഫോണിൻ്റെ മൈക്കിൽ കൂടെയാണ് ശബ്ദമൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. കുറച്ച് ലാഗൊക്കെ ഉണ്ട് കഴിച്ചു. ബാറ്റാണ് പിന്നെ പറഞ്ഞ പോലെ, ബാറ്റാണ്. നമുക്ക് മറ്റേ കിട്ടിയില്ല. ഞാൻ കുറേ നേരം ഇരുന്നിട്ട് ബാറ്റിനെ ഡൗൺലോഡ് ആക്കിയത്. പിന്നെ ഞാൻ മടുത്ത്, ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി. എൻ്റെ ബാറ്റാണ്, ഇപ്പം എൻ്റെ ബാറ്റ് ആണ് തോന്നുന്നുണ്ട്, കയറില്ല. എടാ വുഡ് വരുമോ? വേണ്ട ഉണ്ടാക്കിണ്ടോ? ഞാൻ പൊട്ടിച്ച്. ഈ എവിടെ? ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ഓരോ സ്ഥലത്ത് എൻ്റെ കുളിച്ചു പോവുക, അതല്ലേ. എനിക്ക് മറ്റേ ജംഗിളിൽ തന്നെ വീട് വെക്കണം താല്പര്യം. പക്ഷേ ഫസ്റ്റ് തന്നെ ജംഗിളിൽ സ്പോൺ ആയതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഗൈസ്, നമ്മൾ ഒരു സർവർ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ വരും. അത് എക്സാം കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ വരുന്നുണ്ടാവാം, കാരണം എക്സാമൊക്കെ അല്ലേ. അപ്പോൾ മിക്കവാറും വെക്കേഷനൊക്കെ വരുന്നുണ്ടാവാം. വെയിറ്റ് ചെയ്യുക, സെറ്റാവും, പവറാക്കണം. പിന്നെ ഞാനിപ്പോൾ ഫ്രീ ഫയർ ഒന്നും അങ്ങനെ കളിക്കാറില്ല, ബോറാണ് ഗൈസ്. ബോറടിച്ചിട്ടൊരു സുഖമില്ല. പിന്നെ ഇപ്പോൾ മൈൻക്രാഫ്റ്റ് റോബ്ലോക്സിലൊക്കെ കുറച്ച് കൂടുതൽ കളിക്കണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അവിടുന്ന് ഒരു 1000 ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ടാകും മിക്കവാറും. അവിടുന്ന് വന്നപ്പോൾ ഒരു പ്ലെയിൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വില്ലേജ് കുറേ നോക്കി, എന്ത് ചെയ്യാനാ, ഫുള്ള് കടലിരുന്നു. അതുകൊണ്ട് പിന്നെ ഭ്രാന്ത് പിടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വീട് ഞങ്ങളുടെ ബേസ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. എടുത്ത വല്ല വില്ലേജൊക്കെ ഉണ്ടാവും, അപ്പോൾ നമുക്ക് അവിടുന്ന് സെറ്റാക്കാം വില്ലേജസിനും ഇതിനൊക്കെ. തൽക്കാലത്തിന് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വീട് പണിയാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് സ്ഥലം സെറ്റാക്കണം. ഈ നല്ലൊരു പ്ലെയിൻസൊക്കെ തന്നെയാണ്, നമുക്ക് ഫസ്റ്റ് സ്ഥലം സെറ്റാക്കട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് വെച്ചൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ സെറ്റാക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാനുള്ള പ്ലാന്. സ്ഥലമാണ് ഇപ്പോൾ കണ്ടുപിടിച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫുഡാ കുറച്ചുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ചെയ്ത് വെച്ചുള്ളത്. അപ്പോൾ നമുക്ക് റിസോഴ്സ് കളക്ട് ചെയ്യണം, അത് കുറച്ച് സമയം എടുക്കും. അത് കളക്ട് ചെയ്യട്ടെ ഗൈസ്. അത് കളക്ട് ചെയ്യാൻ പണിയാണ്. നമുക്ക് വല്ല കേവ്, ഇവിടെ തൊട്ടടുത്തൊരു കേവ് കണ്ടിട്ടുണ്ട്, ഒരു കുറച്ച് വലുതാ, ലഷ് കേവ് പോലത്തെ. അതിൽ നിന്ന് കുറച്ച് അയൺ കിട്ടുകയാണെങ്കിൽ അയണും സെറ്റാക്കാം. അയണും ലാൻഡേഡൊക്കെ ഉണ്ട്, അയണും കുറച്ച് ആളൊക്കെ വേണം, അതൊക്കെ സെറ്റാക്കണം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് റിസോഴ്സസ് കളക്ട് ചെയ്യട്ടെ. നിൽക്ക്, ഞാൻ ഫസ്റ്റ് പോയിട്ട് 2 ചെസ്റ്റ് ഉണ്ടാക്കട്ടെ. എക്സോട്ടി ഇതൊന്നും വേണ്ട, ഞാൻ പോയിട്ട് 2 പിന്നെ ഒരു മരം ഇവിടുന്ന് ഫുള്ളായി വിട്ടിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് വുഡും കിട്ടി, വലിയ ഉപകാരമായി. അതാ 2 ക്രാഫ്റ്റിൻ്റെ പോലെ ഒന്ന് ഇരിക്കുന്ന കയ്യിൽ.
ഈ പോയിട്ട് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്തോ. ഇവിടെ എടുത്ത് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിക്കോ. നമുക്ക് ഈ 2 ദിവസത്തിൽ സാധനങ്ങളൊക്കെ സെറ്റാക്കാം. പിന്നെ ഫുഡില്ല. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഫുഡിന് ചില സെറ്റാക്കണം. അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഫാർമെല്ലാം ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് ഫസ്റ്റ് എൻ്റെ അടുത്ത് കുറച്ച് വുഡ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഈ വുഡ് അല്ലെങ്കിൽ നമുക്ക് മറ്റേ വുഡ് മതി. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഡാർക്ക് ഓക്കിൻ്റെ സീഡ് കൊടുക്കുന്നുണ്ടാകുന്നല്ലോ. എൻ്റെ അടുത്തില്ലേ ഡാർക്ക് ഓക്കിൻ്റെ സീഡ്? ആ അവിടെ ഇരുന്നോട്ടെ. അത് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫാർമൊക്കെ ചെയ്യട്ടെ ഗൈസ്. കുറച്ച് അയണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് അയണൊക്കെ കിട്ടി കേവിന്ന്. പിന്നെ കുറച്ച് റിസോഴ്സും കൂടി ആവശ്യമുണ്ട്. ഞാൻ ഫുള്ള് ടൂളൊക്കെ സെറ്റായി. ഇപ്പൊ ഒന്നും ആയിട്ടില്ല. ഇപ്പൊ എപ്പോഴും ഇതിൽ കുറച്ച് ആയിരിക്കും. ഇതിൽ 15 ഉണ്ട്, ഇതിലൊരു 10 ഉണ്ട്. ഇതെടുത്തു. അത് വെച്ചിട്ട് ആവും തോന്നുന്നുണ്ട്. ഒരു ബൂട്ടും കൂടി വേണം. ബൂട്ടും കൂടി ഇട്ട് ഞാൻ സെറ്റ്. ഞാൻ ഒരു ബൂട്ടുണ്ടാവട്ടെ. എന്താ ഗൈസ്, നമ്മൾ കളക്ട് ചെയ്ത വെച്ച റിസോഴ്സസ് ആണ്. ഇനിയും കുറച്ച് സാധനത്തിൻ്റെ കുറവൊക്കെ ഉണ്ട്. കുറച്ചും കൂടി സ്റ്റോൺ ആവശ്യമുണ്ട്. അത് സെറ്റാക്കണം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് ഒരു ബൂട്ട് ഉണ്ടാക്കട്ടെ. അതാ ഞാൻ 2 കാർട്ട് ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാത്ത അറിയാണ്ട് കാർട്ട് ഉണ്ടാക്കി. ബൂട്ടിൻ്റെ റെസിപ്പി മറന്നു. അതാ കാർട്ട് ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി റിസോഴ്സ് കളക്ട് ചെയ്ത് തരാം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സാധനമൊക്കെ ഉണ്ടാക്കി സെറ്റാണ്. ഇനിയും വേണം കുറച്ച് സാധനങ്ങൾ. ഇപ്പോൾ നമ്മളിത് കുറേ നേരം ഇരുന്ന് ഞങ്ങൾ പണിയെടുക്കണ്. 2-3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ തലക്കാലത്തിന് ഇപ്പോൾ ബോറടിച്ച് ചത്തുന്ന് വേണമെങ്കിൽ പറയാം. റിഷാനൊക്കെ പിന്നെ തുടങ്ങിയ അപ്പത്തൊട്ട് പറയണ പോവാന്ന്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തലക്കാലത്തിന് ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഗൈസ്, ഇതുപോലത്തെ ഇനിയും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുക, കമൻറ്റിലൊക്കെ പറയുക ഗൈസ്. അപ്പോൾ നമുക്കൊരു 10 ലൈക്കും ഒരു 5 കമൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അടുത്ത പാർട്ട് ഇടാം. മിക്കവാറും ഇടുണ്ടാവും വീണ്ടും. അപ്പോൾ എല്ലാവരും കമൻറ്റും ലൈക്കൊക്കെ അടിക്കാൻ നോക്കുക. പിന്നെ പുതിയതായി കാണണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ഗൈസ്. പിന്നെ അവ ലെഫ്റ്റായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയതായി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പാർട്ട് 2 എന്തായാലും വഴി വരുന്നുണ്ടാവും. അപ്പോൾ ബൈ.